അഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, മള്ളിയൂർ ശ്രീ ഗണേശ്വര ഭഗവാനെ, കാശിരാജാവിന് വിനായകൻ്റെ ലോകം ദർശിക്കാൻ, മനുഷ്യ ശരീരത്തോടു കൂടി തന്നെ ദർശിക്കാൻ സാധിച്ച കഥയാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. നമുക്കിന്ന് നരാന്തകൻ്റെ വധം വരെയാണ് ഇനി പറയാനുള്ളത്. കുറച്ചുണ്ട് വായന. ആചാര്യൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ദേവാന്തകനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഏകദേശം പകുതി വരെ, ബുദ്ധിയുടെ ജയം വരെ, സിദ്ധിബുദ്ധികളിലെ ബുദ്ധിയുടെ ജയം വരെ വായിച്ച് ഇപ്പം നിർത്തിയിട്ടുണ്ട്. ഇന്നത്തേക്ക് പാരായണം അവസാനിച്ചു. നാളെ ആണ് ദേവാന്തകൻ്റെ വധം വരിക. അത് നാളേക്കാണ് ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെയാണ് അത് വായിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ 54-ാമത്തെ അധ്യായത്തിൽ കാശിരാജാവിൻ്റെ ഈ വിനായക ലോക ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭഗവാന്റെ ബാലലീലകളാണ്. ആ ബാലലീലകൾ വർണ്ണിക്കാനായിട്ട് വീണ്ടും കുറേ കാലം മുൻപ് ഭഗവാൻ കാശിരാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന കാലത്ത് വളരെ ദരിദ്രനായിട്ടുള്ള ആ ശുക്ലബ്രാഹ്മണൻ്റെ വീട്ടിൽ ചെന്ന് ഊണ് കഴിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ബാലലീലകൾ വർണ്ണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അത് വർണ്ണിക്കുന്നതാണ്. അന്ന് ആ ദരിദ്രനായിട്ടുള്ള ആ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഊണ് കഴിച്ചതിന് ശേഷം ആ ബാലവിനായകൻ, ബാലഗണപതി ആ വീടിൻ്റെ മുറ്റത്ത് കുറേ നേരം നടന്നു, വിഹരിച്ചു. അതിനുശേഷം ആ ഊണ് കഴിച്ചിട്ടുള്ള ആ ക്ഷീണം മാറാനായിട്ട് കുറച്ച് നേരം കടന്നുറങ്ങി. അപ്പോൾ മറ്റ് നഗരവാസികളൊക്കെ ഭക്ഷണം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഭഗവാനെ ക്ഷണിക്കാനായിട്ട് കാശിരാജാവിൻ്റെ വീട്ടിലെത്തി. അവരോട് രാജാവ്, ആ കുട്ടി ഇപ്പം ഇവിടെ ഇല്ല, അവൻ കളിച്ചിട്ട് അവിടെ ഇവിടെയും നടക്കുകയാണെന്ന് പറഞ്ഞു. നോക്കാനായിട്ട് പോയ ആൾക്കാർ അതിശയിച്ചു. പോയ എല്ലാ വീടുകളിലും ഗണപതി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഇതിൻ്റെ ഇടയിൽ ശുക്ലൻ ഈ ഗൃഹത്തിൽ ഗണപതി ഭഗവാൻ പോയ കാര്യം ചിലർ പറഞ്ഞറിഞ്ഞു. ആ ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഗണപതി പോയത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ അവനെ നിന്ദിച്ചു ഭഗവാനെ. ഒട്ടകം നല്ല തളിരിലകൾ കഴിക്കാതെ മുള്ളു നിറഞ്ഞ ചെടി തിന്നുന്നത് പോലെ എന്നാണ് വിനായകൻ ആ സമ്പന്നരായിട്ടുള്ള നമ്മുടെ ആ ഗൃഹത്തിൽ വരാണ്ട് ആ ദരിദ്രൻ്റെ വീട്ടിൽ പോയത് എന്ന് പറഞ്ഞിട്ട് അവർ ആക്ഷേപിച്ചു എന്നാണ് പറഞ്ഞു. ഭഗവാൻ ഈശ്വരനാണെന്ന് രാജാവ് പറയുന്നതും കരുതുന്നതും ശരിയല്ല എന്നാണ് അവർ തമ്മിൽ പറഞ്ഞത്. ഈശ്വരനാണെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തണ്ടേ? അവനവന് ഇഷ്ടമുള്ള ഒരു വീട്ടിൽ മാത്രം പോവോ? അത് ശരിയല്ലല്ലോ. ഇങ്ങനെ പല വിധത്തിലൊക്കെ ന്യായങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ജനങ്ങൾ വിനായകനെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകാനായിട്ട് അവിടെ ഇവിടെയൊക്കെ തിരക്കി നടന്നു. അതായത് കുറ്റവും പറയുക, പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട്, പെരുമയ്ക്കും വേണ്ടിയിട്ട് ഭഗവാനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയാണ് അവർക്ക്. ഇതാണ് സംഭവിച്ചത്. എന്തായാലും പോയി നോക്കാമെന്ന് കരുതിയിട്ട് ചിലർ ശുക്ലൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ബാലൻ ഊണ് കഴിഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങണം കണ്ടു. നേരത്തെ കഥയിൽ കൊട്ടാരത്തിലെത്തിയിട്ട് അവിടെയും കിടന്നുറങ്ങി. ഭക്ഷണം കഴിഞ്ഞുള്ള മയക്കത്തിലായിരുന്ന ഭഗവാനെ ഉണർത്താൻ മടിച്ചു. എന്നിട്ട് ഈ ധനികന്മാരായിട്ടുള്ള ആതിഥേയർ, ഭഗവാനെ ക്ഷണിച്ചിട്ടുള്ളവർ ഭഗവാനെ ഉണരാൻ വേണ്ടി കാത്തു നിന്നു. അദ്ദേഹം ഉണരണ സമയത്ത് വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കാമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ഉണർന്നപ്പോൾ അവരിങ്ങനെ അഭ്യർത്ഥിച്ചു, ഭഗവാനെ, വിനായക, ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുന്നു, താമസിച്ച ആറ് തണുത്തു പോവും, അങ്ങേ അതിഥിയായിട്ട് കിട്ടാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറായിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആഹാരത്തിന് അഷ്ടിക്ക് വകയില്ലാത്ത ഒരുത്തൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങ് ഭക്ഷണത്തിന് ചെന്നിട്ടിരിക്കണത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മര്യാദയ്ക്ക് കഴിക്കാനുള്ള ഒന്നുമില്ല. ഞങ്ങളാരും അയാളുടെ വീട്ടിൽ നിന്ന് വെള്ളം പോലും കുടിക്കാറില്ല. അങ്ങനെയുള്ള അങ്ങ്, കശ്യപ മഹർഷിയുടെ പുത്രനായിട്ടുള്ള അങ്ങ് മോശപ്പെട്ടിട്ടുള്ള ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ കുറ്റങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭക്തിപൂർവ്വം എനിക്ക് തരണ ആഹാരം ഞാൻ മതിയാവോളം കഴിച്ചു, പൂർണ്ണമായിട്ടും ഞാൻ തൃപ്തനാണ്. സത്യം പറയട്ടെ, എനിക്ക് വയറ് നിറഞ്ഞിട്ട് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ഇനി ഒരു വറ്റുപോലും എൻ്റെ വയറ്റിലേക്ക് കയറില്ല. ആഹാരം കഴിച്ചിട്ട് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. ഒരു ഉരുള ചോറ് പോലും എനിക്ക് നിങ്ങളുടെ വീടുകളിൽ വന്ന് കഴിക്കാൻ പറ്റില്ല, ഞാനിപ്പോൾ വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവിടുന്ന് മെല്ലെ എണീച്ച് കയ്യും കാലൊക്കെ കഴുകിയിട്ട് കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയി. കുടിലും കൊട്ടാരത്തിലും ഒരുപോലെ സൗഖ്യം കാണുന്ന ഭഗവാൻ, ഭക്തൻ എന്തു കൊടുത്താലും സ്വീകരിക്കുന്നുള്ളത് ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭഗവാൻ വരും എന്നുറപ്പിച്ച് ഭക്ഷണം കഴിക്കാണ്ട് നിരാഹാരരായിട്ടിരുന്നവരുടെ വീടുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്തു. ഇങ്ങനെ വിനായകൻ എല്ലാ ഭവനങ്ങളിലും ചെന്നിട്ട് ആതിഥ്യം സ്വീകരിച്ചിട്ട് പലവിധ കൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറയണു. ജനങ്ങളൊക്കെ കൂടെ സന്തോഷമായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അഭീഷ്ടങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഭഗവാന് വരദവിനായകൻ എന്ന് പേരിട്ടു.
ആ ബാലഗണപതിയായിട്ടുള്ള ഭഗവാനെ പൂജിക്കുന്നവർക്ക് എല്ലാ ക്ഷേമവും ഉണ്ടാവുമെന്നാണ് പറയുക. ബാലഗണപതി ഭാവത്തിലുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്, അധികം കാണില്ല. ശരിയായിട്ടുള്ള ബാലഗണപതി ഭാവങ്ങൾ ഉള്ള ക്ഷേത്രങ്ങൾ വളരെ വളരെ കുറവാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വളർന്ന ഗ്രാമത്തിൽ പാലക്കാട് ശേഖരിപുരം എന്ന് പറയും, അവിടെ ഒരു ബാലഗണപതിയുടെ ക്ഷേത്രമുണ്ട്. അതിപ്രാചീന കാലത്തുള്ളൊരു അമ്പലം അത്. അവിടുത്തെ പൂജയും രീതിയും ഒക്കെ ഒരു കൊച്ചുകുട്ടിക്ക് എങ്ങനെയാണോ അത് വാരിയായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, ഞാനിപ്പോൾ വർഷങ്ങളായി ആ ഭാഗത്തൊക്കെ പോയിട്ട്. അത് കഴിഞ്ഞ് ആ കുട്ടിയെ അതിസൽക്കാരത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിങ്ങനെ തിക്കിത്തിരക്കും ബദ്ധപ്പാടൊക്കെ ചെയ്യണം കണ്ടപ്പോൾ കാശിരാജാവിന് അല്പം പരിഭ്രാന്തിയായി, ടെൻഷനായി. അദ്ദേഹം കുതിരപ്പുറത്ത് കയറിയിട്ട് വീടുകൾ തോറും പോയിട്ട് ഭഗവാനെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നെ കൂടാണ്ട് ആഹാരം കഴിക്കാൻ ഭഗവാൻ പോയല്ലോ എന്ന് ഒരു ചെറിയ വിഷമവും അദ്ദേഹത്തിന് തോന്നി. പക്ഷേ രാജാവിന് കിട്ടിയ വിവരം അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തി. കാരണം എല്ലാ വീട്ടിലും ഗണപതി പോയി ഊണ് കഴിച്ചിട്ടുണ്ട്. ഇപ്പം പോയിട്ടേ ഉള്ളൂ, ഇപ്പം കഴിച്ചിട്ട് പോയേ ഉള്ളൂ, ഇത് ഇപ്പോഴാണ് കുട്ടികളുടെ കൂടെ ഓടിപ്പോയത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികളിലൊപ്പം കളിക്കുണ്ടാവുമെന്ന് എല്ലായിടത്തുനിന്നും അദ്ദേഹത്തിന് മറുപടി കിട്ടി. ചിലർ അദ്ദേഹത്തിനോട് പറഞ്ഞു, വിനായകൻ തീർച്ചയായിട്ടും ആ ദരിദ്രനായിട്ടുള്ള ശുക്ലബ്രാഹ്മണൻ്റെ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞു. അതിനനുസരിച്ചിട്ട് അദ്ദേഹം ശുക്ലബ്രാഹ്മണൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ മുറ്റത്ത് വിനായകനെ കണ്ടു. ആ സമയത്ത് ഭഗവാനെ, ആ ഉച്ച കഴിഞ്ഞിട്ട് ആ ഊണ് കഴിഞ്ഞ സമയത്ത് ഭഗവാനെ കണ്ടപ്പോൾ മഹാദേവൻ ഒരു ബാലനായിട്ട് 3 കണ്ണോട് കൂടിയിട്ടുള്ള മഹാദേവൻ ഒരു ഉണ്ണിയായിട്ട് നിൽക്കണ പോലെയാണ് അത്ര രാജാവിന് പെട്ടെന്ന് തോന്നിയത്. അദ്ദേഹം കൈ കൂപ്പിയിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, കുട്ടി, നീ ചെയ്ത് ഒട്ടും ശരിയായില്ല. ഞാൻ നിൻ്റെ കൂടെയല്ലേ വരുന്ന ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറ്. നീ ഒറ്റയ്ക്ക് പോയിട്ട് ആഹാരം കഴിച്ചാൽ എന്താ? എനിക്ക് നിന്നോടുള്ള സ്നേഹം അറിഞ്ഞൂടെ? ബുദ്ധി കൊണ്ട് നീ എപ്പോഴും ഒരു കുട്ടിയെപ്പോലെ തന്നെ. നീ എന്ത് ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടികളുടെ സ്വഭാവമാണ് നിനക്ക് എന്ന് പറഞ്ഞിട്ട് അല്പം ദേഷ്യപ്പെട്ടു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ആ സങ്കടമൊക്കെ പറഞ്ഞു തീർത്തപ്പോൾ രാജാവിന് പെട്ടെന്ന് ഭഗവാനോടല്ലേ താൻ സംസാരിച്ചതെന്നുള്ളൊരു ബോധം വന്നു. അങ്ങയുടെ മായാശക്തി യോഗികളെപ്പോലും മോഹിപ്പിക്കണതാണ് എന്ന് പറഞ്ഞിട്ട് രോമാഞ്ചം അണിയുകയും ചെയ്തു. മനസ്സിൽ ഭഗവാന്റെ ആ രൂപത്തെ ധ്യാനിച്ചു. അതിനുശേഷം ഇനി കുട്ടി നടന്നു പോണ്ട, ഞാൻ പല്ലക്ക് കൊണ്ടുവരിപ്പിക്കാം എന്ന് പറഞ്ഞ് പല്ലക്ക് കൊണ്ടുവന്നിട്ട് ഈ കഴിച്ച് വയറൊക്കെ വീർത്ത് ക്ഷീണമായിട്ടിരിക്കുന്ന ആളെ പല്ലക്ക് കയറ്റി ഇരുത്തിയിട്ട് തൂക്കിയെടുത്തിട്ടാണ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ജയഘോഷവും പാട്ടും പെരുമ്പറ മുഴക്കവും ഒക്കെ കൊണ്ട് മടക്കയാത്ര ഗംഭീരായി. ഒന്നും ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് ശുക്ലൻ എന്ന് പറഞ്ഞ ദരിദ്രബ്രാഹ്മണന് കുബേരതുല്യമായിട്ടുള്ള സമ്പത്ത് കൊടുത്തു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. പഴയ കുടിലിൻ്റെ സ്ഥാനത്ത് കൊട്ടാരത്തിന് തുല്യമായിട്ടുള്ളൊരു വീടും സേവകന്മാരും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായി. ഭക്തി കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് തെളിയിച്ചു. അക്കാലത്ത് ആ നഗരത്തിൽ 2 ചാരന്മാരുണ്ടായിരുന്നു നരാന്തകൻ്റെ, ശൂരനെന്നും ചപലനെന്നും പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാശി എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് നരാന്തകൻ്റെ ഉദ്ദേശം. അവരുടെ ശബ്ദം കേട്ടാൽ തന്നെ ജനങ്ങൾ ആലില പോലെ വറയ്ക്കും. അത്രയും ഭയങ്കരന്മാരായിരുന്നു ആ രാക്ഷസന്മാർ. പരാക്രമത്തിലും അവരെ വെല്ലാൻ തോൽപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പല്ലക്കിൽ കയറിയിട്ട് ആ കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഗണപതി ഭഗവാനെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നവർ തീരുമാനിച്ചു. ഭഗവാൻ മുമ്പ് അനവധി രാക്ഷസന്മാരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർക്കറിയാം. എന്നാൽ ഇത്തവണ എത്ര കുറ്റമറ്റ രീതിയിൽ ആ പ്ലാൻ നടത്താൻ പറ്റുമോ, ആ കുട്ടിയെ നിമിഷം കൊണ്ട് കൊല്ലാൻ പറ്റുമോ, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ മിന്നലിൻ്റെ രൂപത്തിൽ, ഇടിമിന്നലിൻ്റെ രൂപത്തിൽ, കണ്ണഞ്ചിക്കുന്ന വിധത്തിലുള്ള അഗ്നിപ്രഭയോട് കൂടിയിട്ട് കാതടയ്ക്കുന്ന ശബ്ദത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതും ഇടിവാളിറങ്ങണതും കണ്ടിട്ട് ജനങ്ങൾ ഭയന്നുപോയി. അവരോടി പല്ലക്കിൻ്റെ അടുത്തേക്ക് എത്തി. പല്ലക്ക് ചുമക്കുന്നവർ ഈ അടുത്ത ഇടി വന്നപ്പോൾ പല്ലക്ക് താഴെയിട്ടിട്ട് അവരും ഓടിപ്പോയി. ഒറ്റയ്ക്കായി വിനായകൻ. ഭഗവാൻ പുറത്തേക്ക് ചാടി ഇറങ്ങി 2 കൈകളും കൊണ്ട് ആ ഇടിമിന്നലുകളെ കൈകൊണ്ട് അങ്ങോട്ട് പിടിച്ചു. ആ പിടിച്ചതോട് കൂടിയിട്ട് അവർക്ക് സ്വന്തം രൂപത്തിലേക്ക് വരേണ്ടി വന്നു. ഭൂമിയിൽ മലർത്തി അടിക്കാനായിട്ട് 2 പേരെയും പൊക്കി തൻ്റെ ശിരസിൻ്റെ മുകളിലേക്ക് ഉയർത്തി. ആ സമയത്ത് അവർ പേടിച്ച് വിറയ്ക്കണ കണ്ടപ്പോൾ ഭഗവാൻ ഒരു ചിരി. ഈ ആനയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആന തട്ടിക്കളിച്ചിട്ട് കൊല്ലും ചില സമയത്ത്. സിംഹത്തിനുണ്ട് ആ സ്വഭാവം. ആന തട്ടിക്കളിക്കും, കൊല്ലാണ്ട കൊല്ലും ഇട്ടിട്ട്. അത് ആനയുടെ ഒരു സ്വഭാവമാണ്. അതുപോലെ ഇവർ പേടിച്ച് വിറയ്ക്കണ കണ്ടപ്പോൾ ഒരു രസം വന്നു. താഴേക്ക് നിർത്തി കഴിഞ്ഞിട്ട് അവരെക്കാളും ശക്തിയുള്ള വേറെ ആരെങ്കിലും അവരെ കൊല്ലട്ടെ, ഞാനായിട്ട് കൊല്ലുന്നില്ല. ഇരുട്ടുള്ള 2 കൊതുകുകൾ, ഇവരെ കൊന്നിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ പിടിച്ചിട്ട് അങ്ങോട്ട് നിർത്തി. അവരിങ്ങനെ പേടിച്ചിട്ട് ആലിലമാരി വറക്കുക. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൃപ തോന്നി ഞങ്ങളെ രക്ഷിച്ചിരിക്കണു. ഒരർത്ഥത്തിൽ ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്തായി, പിതൃതുല്യനായി തീർന്നു അവിടുന്ന് പറഞ്ഞു. നരാന്തകൻ എന്ന് പറഞ്ഞ അസുരൻ ഞങ്ങളെ പറഞ്ഞയച്ചതാണ് അങ്ങേ കൊല്ലാൻ.
പക്ഷേ അങ്ങിപ്പോൾ ഞങ്ങളെ ദയ തോന്നി രക്ഷിച്ചതുകൊണ്ട് ഞങ്ങളുടെ നാഥനാണ് അങ്ങ്. ഇതിനു മുമ്പ് അങ്ങയോട് വൈരം കാണിക്കാൻ വന്നവരുടെ ഒന്നും ഗതി ഇതായിരുന്നില്ലല്ലോ. അങ്ങ് അവരെയൊക്കെ അപ്പം തന്നെ കൊല്ലുകയാണ് ചെയ്ത്, ഞങ്ങളോട് മാത്രം ഈ കരുണ കാണിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പിടിച്ചു കൊല്ലാൻ പോയ 2 അസുരന്മാരുടെ അടുത്ത് പെട്ടെന്ന് ഫ്രണ്ട്സായിട്ട് തോളത്ത് കഴിച്ചിട്ട് നിന്നിട്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ പൗരന്മാർക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഈ ദുഷ്ടന്മാരായിട്ടുള്ളവരെയൊക്കെ കൊല്ലുന്നതാണ് വിനായകൻ്റെ ജോലി എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ കൊല്ലാത്തതിന് അവർ ഉറക്കെ വിളിച്ചു ചോദിച്ചു, അങ്ങ് എന്താണ് ഈ ലോകഭയങ്കരന്മാരായിട്ടുള്ള ദുഷ്ടന്മാരെ കൊല്ലാത്തത്? അവർ ദേവന്മാർക്കും മനുഷ്യർക്കും ഒക്കെ ദ്രോഹം ചെയ്യണവരാണ്. അവരോടിപ്പം ചെയ്ത് ഈ സഹായം നാളെ ദോഷത്തിനിടയാക്കും. പാമ്പിന് പാല് കൊടുത്താൽ അത് വിഷമായിട്ടേ മാറുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇവർക്ക് നേരത്തെ തന്നെ അഭയം കൊടുത്തു, അതിനെതിരായിട്ടിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് ആ 2 അസുരന്മാരെയും മോചിപ്പിച്ചു. അവരുടെ അസംഖ്യങ്ങളായിട്ടുള്ള അപരാധങ്ങളെ പുറത്തിട്ടാണത്രേ ആ മോചനം കൊടുത്തത് ഭഗവാൻ. ആർക്കാണെങ്കിലും മരിക്കണത് ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് സന്തോഷമായി. അവരെ മോചിപ്പിച്ചതിന് ശേഷം കാശിരാജാവും വിനായകനും കൂടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ജനങ്ങളവരെ വന്ദിച്ചതിന് ശേഷം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. അത് ഭഗവാന്റെ ഓരോ രീതികളാണ്. അപ്പോൾ എന്തിനേയും മോചിപ്പിച്ച് വിട്ടുവെച്ചാൽ ഈ ശൂരനും ചപലനും നരാന്തകൻ്റെ കൊട്ടാരത്തിലെത്തിയിട്ട് തങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാജാവേ, ഞങ്ങൾ അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ആ വിനായകനെ വധിക്കാൻ വേണ്ടിയിട്ട് കാശി നഗരത്തിൽ പോയി. അവിടെ അവനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ കുറേ ദിവസം താമസിച്ചു. അങ്ങനെ അവസാനം അവൻ വന്നപ്പോൾ കുട്ടികളുടെ രൂപത്തിൽ വിഖണ്ഡനും ദന്തുരെന്നും പേരുള്ള നമ്മുടെ 2 ആൾക്കാർ അവൻ്റെ അടുത്തുകൂടി കളിക്കടയിൽ നശിപ്പിക്കാൻ നോക്കി. അവർ ബാലനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. പക്ഷെ അപ്പം തന്നെ അവരെ ഞെരിച്ചു കൊല്ലുകയാണ് ചെയ്തത്. പിന്നീട് വായുവിൻ്റെ രൂപത്തിൽ പതങ്കനും വിധൂലിനും വന്നു. ഈ കഥകളൊക്കെ പറഞ്ഞാണ്, പക്ഷെ എന്നാലും നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കൊടുങ്കാറ്റിൽ അവനെ ആകാശത്തേക്ക് പറപ്പിച്ച് താഴെ ഇട്ട് കൊല്ലാൻ, നമ്മൾ തൃണാവർത്തൻ്റെ കഥ പോലെയാണത്. അങ്ങനെ കൊല്ലാനായിരുന്നു ഉദ്ദേശം. പക്ഷേ പാറയുടെ രൂപത്തിൽ ഭഗവാൻ അവനെ നേരിട്ടിട്ട് 100 അടിച്ചു കൊന്നു അവനെ. കാമൻ, ക്രോധൻ എന്നിങ്ങനെയുള്ള അസുരന്മാർ കഴുതയുടെ രൂപത്തിൽ കൊല്ലാൻ പോയി. അവരും വധിക്കപ്പെട്ടു. ആനയുടെ രൂപത്തിലെത്തിയ വേറൊരുത്തനെ ആ കുട്ടി നിഷ്പ്രയാസം കൊന്നു. കൊമ്പുകൊണ്ട് കുത്തിക്കൊല്ലാൻ വഴിമധ്യത്തിൽ വന്ന് കാത്തു നിന്ന് ആനയെ കൊല്ലാൻ അവന് നിമിഷാർദ്ധം പോലും വേണ്ടി വന്നില്ല. ധർമ്മദത്തൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെ വീട്ടിൽ വിനായകനെ കൊല്ലാനായിട്ട് ജറമ്പിണി എന്ന് പറയുന്ന രാക്ഷസി വന്നെങ്കിലും അവളുടെ തലയിൽ തേങ്ങ കൊണ്ടടിച്ചിട്ട് അവളെ കൊന്നു. ജ്വാലാസുരൻ, വ്യാഘ്രതുണ്ടൻ, വിദാരണൻ, ഇങ്ങനെ 3 അസുരന്മാർ പല വിധത്തിലും ശ്രമിച്ചു. ഒരുത്തൻ നഗരത്തിന് തീ വെച്ചു, വേറൊരുത്തൻ കാറ്റിൻ്റെ രൂപത്തിൽ ആളിക്കത്തിപ്പിച്ചു, വേറൊരുത്തൻ വാവിളർന്ന് കണ്ണി കണ്ടവരെയൊക്കെ വിഴുങ്ങി. എന്നിട്ടും അവർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരെയും ഭഗവാൻ നശിപ്പിച്ചു. ജ്യോതിഷക്കാരൻ്റെ രൂപത്തിൽ ചെന്ന മേഘനെ കൊല്ലാൻ നിമിഷാർദ്ധേ വേണ്ടി വന്നുള്ളൂ. മായാശക്തിയുള്ള കൂപനും അന്തരനും വിനായകൻ്റെ പരാക്രമം കൊണ്ട് കൊല്ലപ്പെട്ടു. അംബാസുരനും അന്തകനും തുങ്കനും ഒരുമിച്ചിട്ടാണ് അവനെ കൊല്ലാൻ പോയത്. ഒരുത്തൻ ഇരുട്ടായിട്ടും, 2ാമത്തവൻ മഴയായിട്ടും, 3ാമത്തവൻ പർവ്വതമായിട്ടും മാറിപ്പോയി. പർവ്വതരൂപി ബാലൻ്റെ മേലെ വീണെങ്കിലും അവനൊന്നും സംഭവിച്ചില്ല. വലിയൊരു പക്ഷിയുടെ രൂപത്തിൽ അവരുടെ നാശത്തിനായിട്ട് ആ ഭഗവാൻ തൻ്റെ മായാശക്തി കൊണ്ട് അവരെ നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ഭ്രാമരി എന്ന് പറയുന്ന രാക്ഷസി, അമ്പൻ്റെ അമ്മ, അവൾ ചെന്ന് വിനായകനെ വിഴുങ്ങാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മാറിൽ ചാടി വീണ് വിനായകൻ അവളെ കൊന്നു എന്നാണ് പറയണത്. മറ്റേത് ശരിക്കും ആ ലഡ്ഡു കൊടുക്കുന്ന സമയത്താണല്ലോ ചെകിടത്തടിച്ച് കൊന്നത്. ഇന്നലെ വൈകുന്നേരം അത് പറഞ്ഞാൽ നിർത്തിയത്. ഇതിൻ്റെയൊക്കെ അവസാനത്തിലാണ് ഞങ്ങൾക്കൊരവസരം കിട്ടിയത്. ഞങ്ങൾ 2 ഇടിമിന്നലുകളായിട്ട് അവൻ്റെ പല്ലക്കിനെയും അവനെയും ദഹിപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ അവൻ ഞങ്ങളെ പിടികൂടി. എന്നിട്ട് നിങ്ങളെങ്ങനെ വന്നു? അവൻ ഞങ്ങളെ വിട്ടയച്ചു, കാരുണ്യം കൊണ്ട് വിട്ടയച്ചു എന്ന് പറഞ്ഞു. നരാന്തകന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതിനു മുമ്പ് പോയ സകല ആൾക്കാരെയും തല്ലിക്കൊന്നിട്ടും തേങ്ങ കൊണ്ടടിച്ചു കൊല്ലുക, ചെകിടത്തടിച്ചു കൊല്ലുക തുടങ്ങിയിട്ടുള്ള രീതികൾ അവലംബിച്ച ഭഗവാൻ ഇവർ 2 പേരെയും എങ്ങനെ മോചിപ്പിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തുടരുക. ഞങ്ങളെ മോചിപ്പിക്കുന്നതിന് മുമ്പ് ആ ഭഗവാൻ ഞങ്ങളെ പറ്റിയിട്ട് അന്വേഷിച്ചു. ഞങ്ങളുടെ കാര്യമൊക്കെ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വരണത്. എന്തു ചോദിച്ചു? ഞങ്ങളെ ആരാ അയച്ചത് ചോദിച്ചു. അപ്പോൾ നരാന്തകൻ്റെ മനസ്സിൽ ഒരു മിന്നലുണ്ടായി. ഒരിക്കൽ നഗരവാസികളൊക്കെ വിനായകനെ അതിഥിയായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൽക്കാരങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണം കണ്ടു. പക്ഷെ വിനായകൻ ആദ്യം പോയത് ദരിദ്രനായിട്ടുള്ള ശുക്ലൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ്റെ വീട്ടിലേക്കാണ്. അതിനുശേഷം തൻ്റെ മായാശക്തി കൊണ്ട് തന്നെ ക്ഷണിച്ച എല്ലാവരുടെ വീട്ടിൽ പോയിട്ടും അദ്ദേഹം ഭക്ഷണം കഴിച്ചു. എല്ലായിടത്തും കാശിരാജാവിൻ്റെ ഒപ്പം വിനായകൻ പോകുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്.
പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാശിരാജാവ് വന്നിട്ട് എൻ്റെ കൂടെ എന്താ ഊണ് കഴിക്കാൻ വരാനെന്ന് ചോദിച്ച് സങ്കടപ്പെടുന്നതും കണ്ടു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് ആ കുട്ടിയുടെ മായാശക്തിയെക്കുറിച്ച് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി, ഇത്ര കൂടെ നടന്നിട്ടും ആ കാശിരാജാവിന് പോലും ആ ബാലൻ്റെ മായാശക്തി മുഴുവൻ മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അസുരരാജാവെ, ആ ബാലൻ്റെ പ്രഭാവം ഞങ്ങൾ ഇന്നേ വരെ വേറൊരാളിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇനിയെന്നുള്ള കാര്യം നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കണം. ഞങ്ങളുടെ എളിയ അഭിപ്രായമാണ് അവനെ ജയിക്കാൻ ഈ 3 ലോകത്തിലും ആരുമില്ല എന്ന് പറയും. ഇത് കേട്ടതോടുകൂടിയിട്ട് നരാന്തകൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ലോകത്തിനെ ദഹിപ്പിക്കുന്ന വണ്ണത്തിൽ തുടയൽ കൈകൊണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് അലറിക്കൊണ്ട് അങ്ങോട്ട് ചാടി എണീറ്റു. വിനായകന് തന്നെ ജയിക്കാൻ സാധിക്കില്ല എന്നാണ് നരാന്തകൻ്റെ വിശ്വാസം. എങ്ങനെയാണോ ജ്വലിച്ച് നിൽക്കണ നട്ടുച്ച നേരത്തെ സൂര്യൻ്റെ മുന്നിൽ രാഹു ഒന്നും അല്ലാണ്ടായി പോകുന്നത്, അതേപോലെ ചന്ദ്രൻ്റെ മുന്നിൽ മിന്നാമിനിങ് വന്നു പെട്ടാൽ മിന്നാമിനിങ്ങിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്, അതുപോലെ എൻ്റെ മുന്നിൽ വന്നാൽ വിനായകൻ ഒന്നുമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാശിരാജാവിനെയും ഗണപതി ഭഗവാനെയും ഈ ക്ഷണത്തിൽ കൊല്ലും എന്ന് വീമ്പളക്കി സൈന്യത്തിനെ ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു പടയോട് കൂടിയിട്ട് നരാന്തകൻ ഭഗവാനെയും കാശിരാജ്യത്തിനെയും നശിപ്പിക്കാനായിട്ട്, ആ രാജാവിനെയും നശിപ്പിക്കാൻ പുറപ്പെട്ടു. കാശിയുടെ അടുത്തെത്തിയപ്പോൾ രാജാവിൻ്റെ സൈന്യവും നരാന്തകൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റു. ആനയും കുതിരയും കാലാളും ഒക്കെ നശിപ്പിക്കപ്പെട്ടു. അതിഘോരമായിട്ടുള്ളൊരു യുദ്ധം നടന്നു. എന്നിട്ടും ഇവൻ്റെ സൈന്യം മുന്നേറി. വഴിയിൽ കണ്ട തടസ്സങ്ങളൊക്കെ നരാന്തകൻ തല്ലി തകർത്തു. അങ്ങനെ കോട്ടകൾ ഓരോന്നായിട്ട് ഭേദിച്ചിട്ട് കാശിയുടെ ഹൃദയഭാഗത്തേക്കെത്തി. ആ സമയത്ത് യുദ്ധസന്നദ്ധനായിട്ട് നരാന്തകൻ മരണം കണ്ടിട്ട് ഗ്രാമവാസികളായിട്ടുള്ള ജനങ്ങൾ ഓടിച്ചെന്നിട്ട് കാശിരാജാവിനെ കൊട്ടാരത്തിൽ ചെന്നിട്ട് വിളിച്ചു. പെരുമ്പറ മുഴക്കമൊക്കെ കേട്ടിട്ട് അവർ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം കൊണ്ട് ആ നാട് താറുമാറായിപ്പോയി. ജനങ്ങൾ അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക, ആ തീ കത്തുക, തീപ്പന്തങ്ങൾ ആകാശത്ത് കൂടെ വരുന്നു. ആകെ അരക്ഷിതാവസ്ഥ, വലിയൊരു കോലാഹലം. രാജാവ് ഊണ് കഴിക്കാനിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭക്ഷണം മതിയാക്കിയിട്ട് എഴുന്നേൽക്കേണ്ടി വന്നു ജനങ്ങളുടെ നിലവിളി കേട്ടിട്ട്. അദ്ദേഹം ഉടനെ തന്നെ പടച്ചട്ടയൊക്കെ ധരിച്ച് അമ്പും വില്ലും ഒക്കെ എടുത്ത് പുറപ്പെടാൻ പോയി. പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭഗവാനെ നമസ്കരിക്കണം തോന്നി. വേഗം പോയിട്ട് ആ കുട്ടിയുടെ മുന്നിൽ ചെന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് ജനങ്ങളോടും പടയോടും പറഞ്ഞു, ഈ കുഞ്ഞായിട്ടുള്ള ഗണപതിയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല, നമുക്ക് ധൈര്യമായിട്ട് യുദ്ധത്തിനിറങ്ങാം എന്ന് പറഞ്ഞ് ആത്മവിശ്വാസവും ധൈര്യവും കൊടുത്തു. വിനായകൻ തന്നെ എത്രയോ അസുരന്മാരെ ഇവിടെ വന്നതിന് ശേഷം നശിപ്പിച്ചില്ലേ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നരാന്തകനെ നേരിടാമെന്ന്. പണ്ട് നരാന്തകനെ പേടിച്ച ആളാണ് ഇപ്പോൾ ഇത് വരുന്നത്. അതാണ് ഈശ്വരനുമായിട്ടുള്ള സഹവാസത്തിൽ കൂടെ നമുക്ക് വിശ്വാസത്തിന് ഉറപ്പ് വരും. അത് വരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഭഗവാൻ പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു തരും. അത് കാണാനും കാണാതിരിക്കാനും ഉള്ളത് നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. അത് കണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ കാശിരാജാവിനെ പോലെ തന്നെ ഇരിക്കാം. ആദ്യകാലത്ത് രാക്ഷസന്മാർ വന്നിട്ട് കൊല്ലുമ്പോൾ എന്താ പറഞ്ഞിരുന്നത് അല്ലേ, ഈ കുട്ടി കാരണം നരാന്തകൻ എന്നെ ആക്രമിക്കുമോ, എനിക്ക് ആപത്തുണ്ടാവുമോ, എൻ്റെ നഗരത്തിലെ ജനങ്ങൾക്ക് ആപത്തുണ്ടാവുമോ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെയാണ് ചില ആൾക്കാർ ആദ്യം കയറിയിട്ട് ചില മന്ത്രമൊക്കെ ജപിക്കും, ഭഗവാനെ പൂജിക്കും. അപ്പോൾ ജീവിതത്തിൽ ചില ദുരനുഭവമൊക്കെ ഉണ്ടാകുമ്പോൾ പറയും, ഓ ഇതൊക്കെ ഞാൻ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ സ്തോത്രം ചെല്ലാൻ തുടങ്ങിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ പോയതിന് ശേഷമാണ് എനിക്ക് ദുരന്തം വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സ്വയം ഓരോ കഥയുണ്ടാക്കും. പക്ഷെ നമ്മൾ ആ വിശ്വാസത്തിനെ ഉറപ്പിച്ച് നിർത്തി ഓരോ പ്രതിസന്ധികളെയും മറികടക്കുമ്പോഴും ഭഗവാനിലുള്ള വിശ്വാസത്തെ ഉറച്ചുറച്ചുറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ആദ്യം മനസ്സിലാവും, കണ്ണി തട്ടേണ്ടതിനെ പുരികത്തി തട്ടിച്ചിട്ട് ഭഗവാൻ വിട്ടിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലം മാത്രമാണ്, അല്ലാതെ അത് ഈശ്വരൻ്റെ പരീക്ഷണമൊന്നുമല്ല. ഭഗവാൻ സ്നേഹത്തോടു കൂടിയിട്ടാവുന്ന പോലെ കർമ്മത്തിൻ്റെ ശക്തി കുറച്ച് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഇത് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം. അങ്ങനെ പോകെ 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 നമുക്കങ്ങോട്ട് ഉറച്ചു വരും. ഭഗവാൻ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ചിത്രങ്ങളുടെ താഴെ കാണും, യാമിരുക്ക ഭയമേ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഞാനുള്ളപ്പോൾ എന്തിനു പേടി എന്ന് എഴുതിയിട്ടുണ്ടാവും ഈ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ ചിത്രങ്ങളുടെയൊക്കെ താഴെ. അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും എന്താണ് അഭയം. നമ്മൾ ഫോട്ടോകളിൽ ഇങ്ങനൊരു കയ്യും ഇങ്ങനൊരു കയ്യും കാണും, ഇത് വരം, ഇത് അഭയ. ഈ അഭയത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ മരണം എന്താണെന്ന് മനസ്സിലാക്കണം, മരണഭയം എന്താണെന്ന് അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാലേ അഭയത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ. കാശിരാജാവിൻ്റെ മനസ്സിൽ 100% അല്ല, 200, 300, 1000% കോൺഫിഡൻസാണ്, ഭഗവാൻ കൂടെയുണ്ട്. അതുകൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കുക. പണ്ട് ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ ഒരു ട്രെയിനർ, വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് നടക്കുക നമ്മുടെ.
ആ ട്രെയിനിങ് ക്ലാസ്സിൽ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞു. 2 തരം ആൾക്കാരുണ്ട് ഈശ്വരവിശ്വാസികളായിട്ടുള്ളവർ. ഒരു വിഭാഗം ആൾക്കാർ ഭഗവാനോട് പറയും, ഭഗവാനെ ഞാനിതാ ഓടാൻ പോവാണ്, എൻ്റെ കൂടെ എന്നെ അനുഗ്രഹിക്കണം, എന്നെ കൈവിടരുത് എന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ ഓടാൻ തയ്യാറായിട്ട് ഗൺ ഷോട്ട് കേൾക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗവാൻ അവിടെ കൈകെട്ടിയിട്ട് ഞാനുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ധൈര്യമായിട്ടിരുന്നോ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഇവരിടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഓടും. അപ്പോഴും ഭഗവാൻ അവിടെ തന്നെ നിന്നിട്ട് ഓടിക്കോ ഓടിക്കോ എന്നിട്ട് കാണിക്കും അത്രേ. വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഒറ്റ തവണ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞാൻ ഓടാൻ പോവാണ്, എന്നെ തള്ളിക്കോളെന്ന് പറഞ്ഞിട്ട് ഗൺ ഷോട്ട് കേട്ടാൽ ഓടുകയെന്ന്. അവരാണത്ര ഓട്ടത്തിൽ ജയിക്കുക. കാരണം കുറച്ചു പേരും ചെല്ലുമ്പോഴത്ര ഭഗവാൻ അവരെ തള്ളിക്കൊണ്ട് പുറകെ ഓടുണ്ടാവുന്നു. അങ്ങനെ ഭഗവാനെ മുറുകെ പിടിച്ച് വേണം ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടാനെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ അദ്ദേഹം അത് പറഞ്ഞത്. സോ കാശിരാജാവിൻ്റെ പോലുള്ള ട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് പണ്ടൊരു ജ്വല്ലറിക്ക് ഞാൻ പരസ്യം എഴുതിയപ്പോൾ വിശ്വാസത്തിനെ കുറിച്ച് എഴുതാൻ കാരണം അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വരിയാണ്. അതിൻ്റെ മുകളിലും താഴെയും ഒന്നുമില്ല. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുള്ളൂ. ഉണ്ടോ? യെസ്. ഇല്ലേ? നോ. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കുറച്ചൊക്കെ വിശ്വാസം, അത്രയില്ല, അങ്ങനൊന്നുമില്ല. ഈ അത്രയൊന്നുമില്ല കുറച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഇല്ല എന്നാ. അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ലിറ്റിൽ ബിറ്റ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ല എന്ന് തന്നെയാണ് അവിടെ വരിക. അങ്ങനെ ഫലം വരുള്ളൂ. നമ്മൾ എത്രയോ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരനോട്, പക്ഷെ നമുക്ക് ഉറപ്പില്ല ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പലതും നടക്കാണ്ട് പോകുന്നത്. നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എത്ര പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് ബോധ്യമില്ല. അതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ചൈതന്യം വരുന്നത് ഫ്ലൈറ്റ് പിടിച്ചിട്ട് കുവൈറ്റിൽ നിന്നും അമേരിക്കയിൽ നിന്നൊന്നുമല്ല വരണത്. ഇതിൻ്റെ അകത്തുനിന്നാണ് വരണത്. ഇവിടെ ഉറപ്പുണ്ടാവണം. ഇവിടെ ഉറപ്പുണ്ടെങ്കിലേ പുറത്ത് വർക്കുള്ളൂ. ഇവിടെ ഉറപ്പുള്ളവന് ഭഗവാൻ എന്നും പ്രത്യക്ഷനാണ്, എന്നും കയ്യിൻ്റെ ഉള്ളിലാണ്, എന്നും സക്രിയതയുണ്ടാവും. അത് മനസ്സിലാക്കാന്നുള്ളൂ. അപ്പോൾ ഇവിടെ കാശിരാജാവിൻ്റെ ആ ഒരു പെരുമാറ്റം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കാര്യങ്ങൾ ഒന്ന് വിസ്തരിച്ചത്. ആ സമയത്ത് രാജാവ് അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ആ പ്രധാനപ്പെട്ട മന്ത്രി രാജാവിൻ്റെ അടുത്ത് വന്നിട്ട്, നമ്മൾക്ക് നരാന്തകൻ്റെ അടുത്ത് യുദ്ധം ചെയ്യണേക്കാട്ടിലും നല്ലത് അവനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്ന് അനുനയിപ്പിക്കാൻ നോക്കാം, സാമം ആദ്യം ഉപയോഗിക്കാം, പിന്നെ പോരെ ദാനം ഭേദം ദണ്ഡത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവിന് തോന്നി ശരിയാണ്, ഒരു 4 നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് രാജാവ് തന്നെ നേരെ ചെന്നിട്ട് അവനെ ഒന്ന് അനുനയിപ്പിച്ച് വെക്കുന്നതാണ് നല്ലത്. കാരണം അവൻ്റെ സാമന്തനായിട്ടാണ് കാശിരാജാവ് ജീവിക്കണത്. ഗണപതിക്ക് അവിടെ അഭയം കൊടുത്തു. ആ ഗണപതി തൻ്റെ ഇളയച്ചനെ തല്ലിക്കൊന്നു. ഇതൊക്കെയാണ് മൂപ്പരുടെ പ്രശ്നം. ഇളയച്ചൻ്റെ മക്കളെയും കൊന്നു. അവന് അഭയം കൊടുത്തിരിക്കുകയാണ് രാജാവ് എന്നുള്ളതാണല്ലോ നരാന്തകൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ സമയത്ത് നരാന്തകൻ ഇനി വിനായകനെ വിട്ടുതരണമെന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ചെവി പോയിട്ട് പറഞ്ഞു, വിട്ടുകൊടുത്തേക്കുക, ഭഗവാനെ നരാന്തകന് വിട്ടുകൊടുക്കുക, അങ്ങനെ രാജ്യത്തെ രക്ഷിക്കുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞു. ഈ വിധത്തിൽ ഉള്ള ഒരു ഉപദേശം കൊടുത്തു. ജനങ്ങളും അത് കേട്ടിട്ട് മന്ത്രിമാരുടെ അഭിപ്രായം, പൗരമുഖ്യരും പറഞ്ഞു, ശരിയാണ്, ഇപ്പോൾ ഒരു ആപത്ത് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ യുദ്ധം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. അയാളുടെ വൈരാഗ്യം മുഴുവൻ ഈ കുട്ടിയോടാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ കൊടുത്തിട്ട് നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ നന്ദികേടിൻ്റെ ഹൈറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെപ്പോലും വിൽക്കാൻ നമ്മൾ തയ്യാറാണെന്നുള്ളതാണ്. ഭഗവാന് വേണ്ടിയിട്ട് 4 കാശ് കിട്ടും, ഭണ്ഡാരവരവ് കൂടും എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ പൂജ മുടക്കി ആളെ കൂടുതൽ കുത്തിക്കയറ്റാൻ നോക്കുന്ന ഭരണവർഗ്ഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ എന്ത് വൃത്തികേട് ഒരു കാണിക്കും. ഭഗവാനെ വെച്ച് കച്ചവടം ചെയ്യുക. കൂടുതൽ ഡൊണേഷൻ തരണവന് വേണമെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് എടുത്തു കൊടുക്കും നാളെ. അത്തരം ആൾക്കാരുടെ മാതൃകയാണ് കാശിരാജാവിൻ്റെ നാട്ടിലുണ്ടായിരുന്നത്. വൈരം എന്തിനാ നരാന്തകനുമായിട്ട്? അവൻ സർവശക്തൻ, അവന് വരവുണ്ട്. അവൻ്റെ ചേട്ടനാണെങ്കിൽ സ്വർഗത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രബലരായിട്ടുള്ള ശത്രുക്കളെ അധികകാലം ചെറുത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാജാവിനോട് ഇവർ പറയുക, ഈ കുട്ടിയെ കൊടുക്കാമെന്ന്. രാജാവ് ആകെ ആശയക്കുഴപ്പത്തിലായി. ഈ സമയത്ത് നരാന്തകൻ
രാജാവ് ഇങ്ങനെ സംശയിച്ചിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നരാന്തകൻ വലിയൊരു പ്രയോഗം നടത്തി. അവൻ അനവധി അഗ്നിഗോളങ്ങളെ തെറ്റാലികളിൽ വെച്ചിട്ട് അടിച്ചു കാശിരാജ്യത്തിൻ്റെ മുകളിലേക്ക്. കാശിയിൽ പലയിടത്തും തീഗോളങ്ങൾ വീണിട്ട് തീ പിടിച്ചു. സകല സ്ഥലത്തും പുകപടലം. ചിലർ ഗോപുരത്തിൽ ചാടിക്കയറിയിട്ട് മരിക്കാൻ വരെ നോക്കി. കാരണം താഴത്തുനിന്ന് മുഴുവൻ കത്തുക. അപ്പോൾ കെട്ടിടങ്ങളെ മുകളിൽ ആൾക്കാരെടുത്ത് ചാടി അനവധി പേര് മരിച്ചു. ഭർത്താക്കന്മാർ മരിക്കണത് അറിഞ്ഞിട്ട് അനവധി പതിവ്രതമാർ ആ തീയിൽ ചാടി അവരും മരിച്ചു. ചിലർ ഇവൻ്റെ കൈ കൊണ്ട് ഇഞ്ചിഞ്ചായി മരിക്കണേക്കാട്ടും നല്ലതാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന വിഷമൊക്കെ എടുത്ത് കുടിച്ചിട്ട് അവരും മരിച്ചു. ഇത്തരം ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ട് മനസ്സ് പക്ഷെ പതറാതെ കാശിരാജാവ് തൻ്റെ ജനങ്ങളും മന്ത്രിമാരും പറഞ്ഞതിനെയൊക്കെ അവിടെ മാറ്റിവെച്ചിട്ട് നരാന്തകൻ്റെ നേരെ ചെന്നിട്ട് യുദ്ധം തുടങ്ങി. ആയുധപ്രഹരം കൊണ്ട് പല ആൾക്കാരുടെയും കയ്യും കാലും ഒക്കെ നഷ്ടപ്പെട്ടു. അംഗഭംഗം വന്നവർ പലയിടത്തും ഇഴഞ്ഞും വലിഞ്ഞും രക്തം പാർന്നിട്ടും നടക്കണ രംഗം അതിഭീകരമായിരുന്നു. പരസ്പരം മല്ലയുദ്ധത്തിൽ അനവധി മല്ലന്മാർ നരാന്തകൻ്റെ വശത്തുനിന്നും കാശിയിലത്തെ മല്ലന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. കാശിയിലൊക്കെ ഈ ജിംഖാനകൾ ഇന്നുമുണ്ട്, കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ മല്ലന്മാർ നരാന്തകൻ്റെ സൈന്യമായിട്ട് ഏറ്റുമുട്ടി. കുതിരപ്പട്ടാളവും കാലാൾപ്പടയും ചതുരംഗ സൈന്യങ്ങൾ മുഴുവൻ അന്യോന്യം ഏറ്റുമുട്ടി. രാജാവിന് ചുറ്റും ശത്രു സൈന്യം വളഞ്ഞു. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിട്ട് അനവധി പേരെ കാലപുരിക്ക് അയച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാത്തൊരവസ്ഥ വന്നു. ആയുധം നഷ്ടപ്പെട്ട സമയത്ത് മന്ത്രിമാരിലൊരാളുടെ മകൻ രാജാവിനെ രക്ഷിക്കാനായിട്ട് ആ സൈന്യത്തിൻ്റെ ശത്രുക്കളുടെ ഇടയിലേക്ക് കുതിച്ചു കയറിയപ്പോൾ അവനെയും രാജാവിനെയും ചേർത്തിട്ട് അവർ വരിഞ്ഞു കെട്ടി തടവിൽ പിടിച്ചു. വലിച്ച് നരാന്തകൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടിട്ടു. രാജാവിനെ തടവിലാക്കി കഴിഞ്ഞാൽ വിനായകൻ തൻ്റെ പക്കലെത്തിയതുപോലെ എന്ന് നരാന്തകൻ ഉദ്ഘോഷിച്ചു. കാരണം ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ വരും എന്നുള്ള ബോധ്യമാണത്. രാജാവ് തീർച്ചയായിട്ടും ബാലനെ കൊണ്ടുവന്ന് തരും തന്നെ അസുരരാജാവ് വിചാരിച്ചു. അതുകൊണ്ട് രാജാവ് മുൻപും നരാന്തകനോട് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. ഇപ്പോഴും പിടിച്ചുകൊട്ടി കൊണ്ടുവന്നപ്പോഴും നരാന്തകനെ വണങ്ങി നിന്നപ്പോൾ നരാന്തകൻ്റെ ഈഗോവിന് നല്ല സുഖം കിട്ടി. നരാന്തകൻ ചില സമ്മാനങ്ങളൊക്കെ കൊടുത്തു. രാജാവെ, നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കരുത്, എനിക്ക് നിങ്ങളോട് ശരിക്കും ദേഷ്യമൊന്നുമില്ല. നിങ്ങളോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ആ ചെക്കനെ പിടിച്ച് എൻ്റെ കൈ തരിക, അത് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. നരാന്തകൻ ഇങ്ങനെ സന്തോഷിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങി. എൻ്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് കാശിരാജാവിൻ്റെ പത്നി തൻ്റെ ഭർത്താവ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ടതറിഞ്ഞ് അതിയായിട്ട് ദുഃഖിച്ച് ബോധം കെട്ട് നിലത്ത് വീണു. ഇനി എന്താ ചെയ്യുക? ആരാ രക്ഷയ്ക്കെത്തുക? ഈ വിനായകൻ്റെ വരം കിട്ടിയിട്ടല്ലേ, അനുഗ്രഹം കൊണ്ടല്ലേ യുദ്ധത്തിന് പോയത്. അദ്ദേഹത്തിന് ഇങ്ങനൊരു ഗതി വന്നല്ലോ, അതൊക്കെ വെറുതെ ആയല്ലോ. എൻ്റെ ഭർത്താവിന് എന്താ അബദ്ധം പറ്റിയത്? എൻ്റെ ഭർത്താവിനെ തടവിലാക്കിയിട്ടുള്ള ആ മഹാസുരനെ ആരാണ് വധിക്കുക? അദ്ദേഹത്തിനെ രക്ഷിച്ചില്ലെങ്കിൽ ഈ കാശിരാജ്യവും ഞാനും ഒരേപോലെ വിധവകളാവും എന്ന് പറഞ്ഞിട്ട് വിലപിക്കാൻ തുടങ്ങി. ഇങ്ങനെ രാജ്ഞിയുടെ ആ സങ്കടം കണ്ടിട്ട് ഭഗവാൻ അതിഭയങ്കരമായിട്ടുള്ള ഒരു ഗർജനം മുഴക്കി. എന്നിട്ട് തൻ്റെ പത്നിയായിട്ടുള്ള സിദ്ധിയെ സ്മരിച്ചു. സിദ്ധി പ്രത്യക്ഷപ്പെട്ടു. സിദ്ധിയോട് പറഞ്ഞു, നീ വേണ്ടത് ചെയ്യേ എന്ന് പറഞ്ഞു. സിദ്ധിയുടെ മുഖത്തുനിന്ന് നാസാദ്വാരത്തുനിന്ന് ഭീകരന്മാരായിട്ടുള്ള ഗണങ്ങളെ സൃഷ്ടിച്ചു. അവരുടെ നായകനായിട്ട് ക്രൂരൻ എന്ന് പറയുന്ന ഒരു ഭൂതഗണം വിനായകൻ്റെ മുന്നിലെത്തിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പക്ഷേ ഭഗവാനെ, എനിക്ക് വിശപ്പുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു ജോലി എന്നെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് എനിക്കിത്തിരി ഭക്ഷണം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് വിശപ്പ് മാറ്റാനുള്ളതാണല്ലോ നരകാന്തകൻ്റെ സൈന്യം, ആ നരാന്തകൻ്റെ സൈന്യത്തിനെ നീ ഭക്ഷണമാക്കിക്കോ, അതാണ് നിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം നിശ്ചയിച്ചു കൊടുത്തു. മാത്രമല്ല നരാന്തകനെ കൊന്ന് അവൻ്റെ തല കൊണ്ടുവരാൻ പറഞ്ഞു. ഇങ്ങനെ കശ്യപപുത്രൻ്റെ ആജ്ഞ കേട്ടിട്ട് ആ ക്രൂരൻ വീരഭദ്രസ്വാമിയെപ്പോലെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിച്ചിട്ട് യാത്രയായി. വഴിയിൽ കണ്ട നരാന്തൻ്റെ സൈന്യത്തിനെ മുഴുവൻ ഓരോരുത്തരായിട്ട് പിടിച്ച് വിഴുങ്ങി. കഴിക്ക വിശപ്പ് കൂടി വന്നേ ഉള്ളൂ. പലായനം ചെയ്യാൻ തുടങ്ങി അവരെ ഓടിച്ചിട്ട് പിടിച്ചു. പലരെയും കാലിൻ്റെ അടിയിൽ പിടിച്ച് ഓടുന്നവനെ ഓടുന്ന വഴിക്ക് പിടിച്ചിട്ട് വിഴുങ്ങി. അതിഭീകരനായിട്ടുള്ള ക്രൂരൻ നരാന്തക പക്ഷത്തുള്ള മിക്ക ഭടന്മാരെയും ഭക്ഷിച്ചു. തൻ്റെ സൈന്യം നശിക്കുന്നത് കണ്ടിട്ട് നരാന്തകന് ഭയമായി. കാലം തന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. എത്ര പേരെ കഴിച്ചിട്ടും ആ ക്രൂരൻ്റെ വിശപ്പ് എന്ന് പറഞ്ഞത് അടങ്ങിയില്ല. അവൻ്റെ ദേഹത്തേക്ക് അനവധി ലക്ഷം അമ്പുകൾ പല ഭാഗത്തുനിന്ന് അയച്ചു. രക്തം വാർന്നിട്ടും
അതൊന്നും അവന് വിഷയമില്ല. അവനതൊക്കെ ഒടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് അമ്പയക്കുന്ന ഓരോരുത്തരെയായിട്ട് പിടിച്ചിട്ട് അവൻ തിന്നാൻ തുടങ്ങി. അമ്പും വില്ലും അടക്കം വിഴുങ്ങുന്നത്. അതിനെ ചവച്ചരച്ച് അവൻ കഴിക്കും. അങ്ങനെ നരാന്തകനെ നേരിട്ടിട്ട് ഋഷിമാർ, അതുമാതിരി ദേവന്മാർ അവരൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആ ഭഗവാൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ക്രൂരൻ നരാന്തകൻ്റെ മുഖത്ത് നോക്കിയിട്ട് അട്ടഹസിച്ച് അലറിയെന്നാണ് പറയണം. ഇത് പറഞ്ഞ് ബലം പ്രയോഗിച്ചിട്ട് പിടിച്ച് നരാന്തകനെ പിടിച്ചു വലിച്ച് അവൻ്റെ സകല ശക്തിയും ചോർന്നുപോയി. വരങ്ങളൊന്നും അവനെ സഹായിച്ചില്ല. അവനെ പിടിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നരാന്തകന് അവസാനം മുക്തി കിട്ടുന്നൊരു വരമുള്ളത് കൊണ്ട് ഭഗവാൻ പറഞ്ഞു, തൻ്റെ തുമ്പിക്കൈ ഉയർത്തിയിട്ട് വായുടെ ഉള്ളിലേക്ക് നീ പ്രവേശിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ ചെന്ന് നിനക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ നിനക്ക് ദീർഘകാലത്തെ നിദ്ര കിട്ടും, മോക്ഷത്തെയും അന്ത്യത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു. മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് നരാന്തകൻ വിനായകൻ്റെ മുഖത്ത് പ്രവേശിക്കും. എല്ലാവർക്കും അതൊരാശ്വാസമായിട്ട് തീരുകയും ചെയ്തു. വായിൽ കൂടെ ഉദരത്തിലേക്ക് ചെന്നു. വ്യാസമഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുക, വിനായകൻ എന്തിനാ ശത്രുനാശത്തിനായിട്ട് ആ കാലനെ, ആ ക്രൂരനെ സൃഷ്ടിച്ചത്? അതാരായിരുന്നു? ഇതൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബ്രഹ്മാവ്, അത് സാക്ഷാൽ കാലപുരുഷനായിരുന്നു. കാലഭൈരവൻ അഥവാ കാലപുരുഷൻ എന്ന് പറയുന്ന ഭാവം തന്നെയായിരുന്നു ആ ക്രൂരൻ എന്ന് പറയുന്ന ആ ശക്തിക്ക്. ത്രിമൂർത്തികളുടെ അംശമായിട്ടാണ് വിനായകൻ അവതരിച്ചത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരത്തിനുള്ള ശക്തി അദ്ദേഹത്തിലുണ്ട്. ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ, അസുരന്മാർ തുടങ്ങിയിട്ടുള്ള എല്ലാ ദുഷ്ടന്മാരെയും വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ജനനം. അദ്ദേഹത്തിൻ്റെ അനന്തമായിട്ടുള്ള മായാശക്തിയെ പറ്റിയിട്ട് പറയാം. അമാത്യന്മാരും മന്ത്രിമാരും മക്കളും ഉൾപ്പെടെ കാശിരാജാവ് നരാന്തകൻ്റെ കയ്യിൽപ്പെട്ടല്ലോ. ഇവരെയൊക്കെ മുഖത്തിനുള്ളിലാക്കിയിട്ട് നരാന്തകനെ ഇവരെയൊക്കെ രക്ഷിച്ചിട്ട് നരാന്തകനെ ഭഗവാൻ വിഴുങ്ങാനായിട്ട് വായ വളർന്നപ്പോൾ അപ്പോൾ ആ സമയത്ത് നരാന്തകനെ ഭഗവാൻ വിഴുങ്ങിയ സമയത്ത് ബന്ധനത്തിലായിട്ടുള്ള കാശിരാജാവും മന്ത്രിപുത്രനും അടക്കം അനവധി പേര് ഭഗവാൻ ആ വായ കൊണ്ട് വലിച്ചെടുത്ത കൂട്ടത്തിൽ ഉള്ളിൽ പോയത്ര. രാജാവിന് ഭഗവാന്റെ ശരീരത്തിൻ്റെ അന്തർഭാഗത്തേക്ക് എത്തിപ്പെട്ടു. അവരവിടെ സപ്തദ്വീപങ്ങളോട് കൂടിയിട്ടുള്ള മുഴുവൻ പ്രപഞ്ചവും ഭഗവാന്റെ വയറിൻ്റെ ഉള്ളിൽ തന്നെ ഭദ്രമായിട്ടിരിക്കണതായിട്ട് കണ്ടു എന്നാണ്. നമ്മൾ ദാമോദരൻ എന്ന് ഭഗവാനെ പറയും, കൃഷ്ണനെ. പ്രപഞ്ചത്തെ മുഴുവൻ ഉദരത്തിൽ ഒതുക്കിയവെന്നാണ് അതിൻ്റെ ഒരർത്ഥം. അല്ലാണ്ട് കയറിട്ട് കെട്ടിയ വയറുള്ളവെന്ന് മാത്രമല്ല. അതേപോലെ തന്നെയാണ് ലംബോദരനും. ആ ഭഗവാന്റെ വയറിൻ്റെ ഉള്ളിൽ പ്രപഞ്ചത്തെ മുഴുവൻ കണ്ടു. നദികളും സമുദ്രങ്ങളും പർവ്വതങ്ങളും എല്ലാ ജീവജാലങ്ങളും സകല വസ്തുക്കളും ഭഗവാന്റെ വയറിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് ആ രാജാവും കൂട്ടരും അതിശയിച്ചു. അവർ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിച്ചു, പൂജിക്കുകയും ചെയ്തു. ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് സ്തുതിച്ച് അവരെ ഒടുവിൽ ഭഗവാന്റെ ശരീരത്തിൽ ആ ഭക്തന്മാരുടെ സ്തോത്രം കേട്ടിട്ട് ഭഗവാന് രോമാഞ്ചം ഉണ്ടായി. ആ രോമാഞ്ചം ഉണ്ടായപ്പോൾ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ അതിലത്തെ ആ ദ്വാരങ്ങളിൽ കൂടെ അവർ പുറത്തേക്ക് വന്നു ഭഗവാന്റെ ശരീരത്തിൽ നിന്ന്. അതായത് അതിൻ്റെ തത്വാർത്ഥം മനസ്സിലാക്കണം. ഭക്തൻ്റെ വിളി കേട്ട് കഴിയുമ്പോൾ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഉണ്ടാവണ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പുനർജന്മമാണ്. മുമ്പും ഉശനസ് സ്തുതിച്ചപ്പോൾ ശിവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ശുക്രനായ കഥ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഉച്ചയ്ക്കോട്ടെ പറഞ്ഞിരുന്നു. അങ്ങനെ പുറത്തു വന്ന സമയത്ത് നേരത്തെ തീ പിടിച്ച് കത്തി നശിച്ച തൻ്റെ കാശി നഗരം പഴയ പോലെ ഭദ്രമായിട്ടിരിക്കണതായിട്ട് രാജാവ് കണ്ടു. അവിടെയുണ്ട് കുട്ടികളുടെ ഒപ്പം ഓടിക്കളിച്ച് നടക്കണു ഭഗവാൻ. മണ്ണിൽ ഉരണ്ടിട്ടും പന്ത് കളിച്ചിട്ടും പണ്ടെങ്ങനെയായിരുന്നോ അതേപോലെ കളിച്ച് നടക്കണം കണ്ടു. രാജാവ് സംഭവിച്ചതൊക്കെ ആലോചിച്ചു. നരാന്തകൻ ആക്രമിക്കാൻ വന്നതും അപ്പോൾ താൻ അവനെ നേരിട്ടതും അവൻ തന്നെ പുത്രന്മാർ തൻ്റെ എന്താ പറയുക ഈ മക്കളോടും മന്ത്രിയുടെ മക്കളോടും മന്ത്രിമാരോടും ഒക്കെ ഒപ്പം തന്നെ തടവിലാക്കിയതും കാലപുരുഷനായിട്ടുള്ള ആ ക്രൂരൻ വന്നിട്ട് എല്ലാവരെയും വിഴുങ്ങിയതും ഒക്കെ ആലോചിച്ചു. അവസാനം രോമാഞ്ചത്തിൻ്റെ ദ്വാരത്തിൽ കൂടെ ഉദരത്തുനിന്ന് പുറത്ത് കടന്നിട്ടുള്ള രാജാവ് ആ ഭഗവാന്റെ ശക്തിയെ വീണ്ടും വീണ്ടും സ്തുതിച്ചു. ഭഗവാനെ അവിടുന്ന് പ്രപഞ്ചസ്വരൂപിയാണ്, സർവാത്മാവാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് നാട്ടിലേക്കെത്തി.
നാട്ടിലേക്ക് വന്ന് കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ വന്ന് കണ്ട് നമസ്കരിച്ചു. ബ്രഹ്മദേവൻ പറയുക, ഈ സമയത്ത് നരാന്തകൻ ഭഗവാന്റെ വയറിലേക്ക് ചെന്നിട്ടുണ്ട്. അവൻ ഭഗവാന്റെ ഈ മായാവിദ്യകളൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. കാശിരാജാവിനെ തടവിലാക്കിയ സമയത്ത് ഈ വിനായകൻ ഒരു കാലപുരുഷനെ സൃഷ്ടിച്ചു. അവൻ എൻ്റെ സൈന്യത്തിനെ മുഴുവൻ കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അലറി എന്നെ പിടിച്ച് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി. ഭഗവാൻ എന്നെ വിഴുങ്ങി. മന്ത്രിമാരും പുത്രന്മാരും കാശിരാജാവും ഒക്കെ എൻ്റെ ഒപ്പം ഭഗവാന്റെ വയറിൻ്റെ ഉള്ളിലായിരുന്നു. എന്നിട്ട് അവരൊക്കെ തന്നെയും ഒരു കേടുപാടും കൂടാണ്ട് ആ രോമാഞ്ചദ്വാരങ്ങളിൽ കൂടെ ഗണപതിയുടെ ശരീരത്തിൻ്റെ പുറത്ത് കിടക്കുന്നതും താൻ കണ്ടത് നരാന്തകൻ അത്ഭുതത്തോടുകൂടി ആലോചിച്ചു. അതുകൊണ്ട് ഞാൻ ഇനിയെങ്കിലും ഈ വിനായകനെ കൊന്നില്ലെങ്കിൽ ഇവൻ എന്നെ കൊല്ലും എന്ന വയറിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആലോചിച്ചു. അതുകൊണ്ട് വയറിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഭഗവാനോട് പറഞ്ഞു അത്രേ, നീയെ ജാലവിദ്യക്കാരനാണ്, നിൻ്റെ വിദ്യയാണ് നീ കാണിക്കണത്, എനിക്കതിന് പേടിയില്ല. ഞാൻ നരാന്തകനും മായാവിയാണെന്നുള്ള കാര്യം ലോകത്തുള്ളവർക്കൊക്കെ അറിയണതാണ്. ഒറ്റ നിശ്വാസം കൊണ്ട് പർവ്വതത്തിനെ തകർക്കാനും പുരികക്കൊടിയുടെ ചലനം കൊണ്ട് ഈ മൊത്തം പ്രപഞ്ചത്തിനെ ബ്രഹ്മാണ്ടത്തിനെ മുഴുവൻ ഇളക്കിമറിക്കാനും എന്നെക്കൊണ്ട് സാധിക്കും. എനിക്ക് ഒറ്റയടിക്ക് ഈ ഭൂഗോളത്തിനെ രണ്ടായിട്ട് പിളർക്കാൻ സാധിക്കും. അതുകൊണ്ട് വെറും ശിശുവായിട്ടുള്ള നീ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്തിട്ട് നിൻ്റെ കഴിവ് തെളിയിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ കേട്ടപ്പോൾ ഭഗവാൻ ഒരു മറുപടി പറഞ്ഞു, എടാ എന്തിനാ വെറുതെ വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യണത്? വാക്കുകൊണ്ട് യുദ്ധം ചെയ്യാണ്ട് നിൻ്റെ സേനയെ മുഴുവൻ ഞാൻ ഭക്ഷിച്ച സമയത്ത്, അഥവാ ക്രൂരൻ ഭക്ഷിച്ച സമയത്ത്, ക്രൂരൻ ഞാൻ ഭക്ഷിച്ച സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. നിനക്ക് എന്താ ചെയ്യാൻ സാധിച്ചത്? ശൂരന്മാർ ശൗര്യം കാട്ടേണ്ടത് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു തേളിന് സിംഹത്തിനെ കൊല്ലാൻ കഴിയും, ഒരു തിരി കത്തിച്ച ഇരുട്ട് പോകും, അതുപോലെ ചെറുതായിരിക്കും ഞാൻ, പക്ഷേ എനിക്ക് നിന്നെ കൊല്ലാൻ ഒരു നിമിഷാർദ്ധം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചെറിയ തോട്ടി കൊണ്ട് മതയാനയെ നിയന്ത്രിക്കുന്നത് പോലെ ഞാൻ നിന്നെ നിയന്ത്രിക്കും എന്ന് പറഞ്ഞു. വിനായകൻ്റെ ഇങ്ങനെയുള്ള മറുപടി കേട്ടപ്പോൾ ആ രാജാവ് ഭയങ്കരമായിട്ടുള്ള ഒച്ച വെച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി ഓടി. വിനായകനെ നേരിടാൻ പുറത്തു വന്നു നിന്നിട്ട് തൻ്റെ ശരീരത്തെ വളർത്തി തൻ്റെ ഭീകരമായിട്ടുള്ള രൂപം പ്രദർശിപ്പിച്ചു. ഒരു ഈയാമ്പാറ്റ സ്വന്തം നാശത്തിന് ഒരുമ്പെടണത് പോലെ, തീയിൻ്റെ നേരെ പാറിപ്പറക്കുന്നത് പോലെ അവൻ ഭഗവാന്റെ നേരെ പാഞ്ഞു വന്നു. അവൻ്റെ മുഖത്തുനിന്ന് അഗ്നിജ്വാലകൾ വമിച്ചു. അപ്പോഴേക്കും കാശിരാജാവ് ഈ വിവരം അറിഞ്ഞ് വീണ്ടും പടക്കളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പേടിച്ചു, കുട്ടിയെ വല്ലതും ചെയ്യുമോ എന്ന് കരുതി തൻ്റെ വില്ലെടുത്ത് കുരച്ചു. എന്നിട്ട് നരാന്തകനോട് പറഞ്ഞു, ഈ കുട്ടിയുടെ ശക്തി നിനക്കറിയാഞ്ഞിട്ടാണ്, നീ എത്രയും പെട്ടെന്ന് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞു. നരാന്തകന് കോപം സഹിക്കാതെ പറഞ്ഞു, നിന്നെപ്പോലെയുള്ളവരെ ഭക്ഷിക്കണത് കൊണ്ടാണ് എനിക്ക് നരാന്തകൻ എന്ന് പേര് വന്നത്. മനുഷ്യനെ കൊല്ലണവനാണ് ഞാൻ, മനുഷ്യൻ്റെ അന്തകനാണ് ഞാൻ. അതുകൊണ്ട് നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഓടി രക്ഷപ്പെട്ടോ. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ മരണത്തിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയും. ആ സമയത്ത് സുഹൃത്തുക്കളായിട്ടുള്ളവർ പോലും ശത്രുക്കളാണെന്ന് തോന്നും. നല്ലത് പറഞ്ഞു തരണവരെയൊക്കെ നമുക്ക് ദ്വേഷം തോന്നും. വരം കൊണ്ട് നേടിയിട്ടുള്ള ശക്തി കൊണ്ട് മാത്രമാണ് നീ ഈ അഹങ്കാരമൊക്കെ കാണിക്കണേ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ഈ കശ്യപൻ്റെ പുത്രൻ നിന്നെ കൊന്ന് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ള ഗണപതിയാണ്. നീ പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് വരം കൊണ്ട് നേടിയിട്ടുള്ള പുണ്യമൊക്കെ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ മരണം ആസന്നമാണ് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ മരണകാലം വരുമ്പോൾ എത്ര ഭയങ്കരനാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിറയൽ വരും. രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, സന്യാസിയാണെങ്കിൽ പോലും പ്രാണം പോണ നേരത്ത് നെഞ്ചൊന്ന് പടയ്ക്കുന്നു, എത്ര വലിയ സന്യാസിയാണെങ്കിൽ പോലും. അപ്പോൾ അതുപോലെ ആ വാക്കുകൾ കേട്ടപ്പോൾ നരാന്തകൻ്റെ ഉള്ളിൽ ഭയം വന്നു. അവൻ രാജാവിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അമ്പും വില്ലും ഒക്കെ തട്ടിപ്പറിച്ച് തൊടയിലടിച്ച് ഒടിച്ച് കളഞ്ഞു. അത് 100 തകർന്നു. അതിനുശേഷം കയ്യിൽ മുഷ്ടി ചുരുട്ടിയിട്ട് ആ രാജാവിൻ്റെ മുഖം നോക്കിയിട്ട് ഒരു ഇടി കൊടുത്ത് അയാളെ ഭൂമിയിലിട്ടു. വജ്രം കൊണ്ട് അടിച്ച് തകർക്കണ, ഇടിമിന്നൽ കൊണ്ട് പൊട്ടിത്തെറിക്കണ പർവ്വതശിഖരം പോലെ രാജാവ് നിലത്ത് വീണു. രാജാവ് ഭൂമിയിൽ വീണത് കണ്ടപ്പോൾ കുട്ടിയായിട്ട് നിൽക്കണ ബാലൻ്റെ രൂപത്തിൽ നിൽക്കണ ഭഗവാന് കോപം സഹിക്കാൻ സാധിച്ചില്ല. തൻ്റെ ആയുധമായിട്ടുള്ള മഴു കയ്യിലെടുത്തിട്ട് നരാന്തകൻ്റെ നേരെ ഭഗവാൻ പാഞ്ഞു തന്നു. ഗർജിച്ചുകൊണ്ട് വന്നു എന്നാണ് പറയണത്. അത് കേട്ടിട്ട് ദിഗന്ധങ്ങൾ ഞെട്ടിപ്പറച്ചു. ഭഗവാന്റെ അലർച്ച കണ്ടിട്ട് ഭൂമി മുഴുവൻ വിറയ്ക്കണ പോലെ തോന്നി. ആ പരശുവിൻ്റെ തേജസ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു. ഇന്ദ്രൻ എങ്ങനെയാണോ പർവ്വതങ്ങളുടെ ശിഖരങ്ങളെ തൻ്റെ ഇടിമിന്നലാകണ വജ്രായുധം കൊണ്ട് വെട്ടിമുറിക്കണത്,
അതുപോലെ വിനായകൻ പരശുകൊണ്ട് നരാന്തകൻ്റെ ശിരസ്സിൽ അതിഗ്രമായിട്ട് ആഞ്ഞൊരു വെട്ട് വെച്ചു കൊടുത്തു. പരശുവിൻ്റെ ആ പ്രഹരേറ്റിട്ടുള്ള ദൈത്യൻ ഭൂമിയിൽ വീണു. ബോധം കെട്ട് മർമ്മം വളർന്ന പോലെ വീണിട്ടുള്ള അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ വരബലം ബാക്കിയുള്ളത് കൊണ്ട് ചാടി എഴുന്നേറ്റിട്ട് 2 കൈകൾ കൊണ്ടും 2 വശത്തുനിന്ന് ഓരോ പർവ്വതങ്ങളെ പറിച്ചെടുത്തിട്ട് ഭഗവാന്റെ നേരെ വലിച്ചെറിഞ്ഞു. ആ 2 പർവ്വതങ്ങളെയും മഴുകൊണ്ട് ചുഴറ്റി അനവധി കഷ്ണങ്ങളാക്കിയിട്ട് തകർത്ത് തരിപ്പണാക്കി ഭഗവാൻ. ആ സമയത്ത് ആ അസുരൻ പലവിധ രൂപങ്ങളും ധരിച്ചു. മഹിഷാസുരൻ എങ്ങനെയൊക്കെയാണോ മായാരൂപം ധരിച്ച് ദുർഗയെ എതിരിട്ടത്, അതേപോലെ അവൻ ഏതൊക്കെ രൂപങ്ങൾ ധരിച്ചോ അതിനൊക്കെ മറുപടിയായിട്ട് അതിനുള്ള മറുമരുന്ന് പോലെ ഭഗവാനും രൂപങ്ങൾ ധരിച്ചിട്ട് അവനുമായിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ അവൻ്റെ മായാശക്തി ഭഗവാനിൽ ഫലിക്കില്ല എന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ വിവിധമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലിൽ 2 പേരും ജയിച്ചില്ല. ആ സമയത്ത് 2 പേരും ആയുധങ്ങളെ ഉപേക്ഷിച്ചിട്ട് മല്ലയുദ്ധം തുടങ്ങി. അന്യോന്യം മുഷ്ടി കൊണ്ട് അനവധി താടനങ്ങളെ കൊടുത്തു. കാലുകൊണ്ട് കാലിനെ തട്ടിയിട്ട് കൈകൾ കൊണ്ട് പിടിച്ച് മുറുക്കി വരിഞ്ഞ് പുറകോട്ട് തിരിച്ച് ശരീരഭാഗങ്ങളെ കൊണ്ട് പരസ്പരം പ്രഹരിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരുന്നു. 2 പേരുടെയും അവയവങ്ങളിൽ നിന്ന് ചോര ഒഴുകി. പർവ്വതങ്ങളും വൃക്ഷങ്ങളും ഒക്കെ അസുരൻ കടപഴക്കിയിട്ട് ഭഗവാന്റെ നേരെ എടുത്ത് എറിയുകയും അടിക്കുകയൊക്കെ ചെയ്തു. ഭഗവാൻ ഒഴിഞ്ഞു മാറിയും തകർത്തും ആ യുദ്ധം അങ്ങോട്ട് പുരോഗമിച്ചു. യുദ്ധവർണ്ണന ഭഗവാന് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിസ്തരിച്ച് പറയണത്. യുദ്ധവർണ്ണന കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്മാർക്ക് വളരെ ഇഷ്ടമാണ്. ദേവന്മാർക്കും ഭഗവാന്റെ പാർഷദന്മാർക്കും. നമ്മളിപ്പോൾ ആകെ 10 പേരെ ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ കേൾക്കാൻ ഭഗവാന്റെ കോടിക്കോടി മള്ളിയൂരപ്പൻ്റെ എത്രയോ ഗണങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധവർണ്ണന പറയണത്. അങ്ങനെ അതൊക്കെ വിനായകൻ നേരിട്ടു. ഒന്ന് പരാജയപ്പെട്ട അടുത്ത വിദ്യ, അത്ര തന്നെ. അങ്ങനെ ആ അസുരൻ ഉത്സാഹം വർദ്ധിച്ച് യുദ്ധം ചെയ്തു. നരാന്തകൻ ഒട്ടും തളർന്നില്ല. ഭഗവാൻ ഓരോ ഇവൻ്റെ വിദ്യകളെയും തകർക്കുമ്പോഴും അവൻ കൂടുതൽ ഉത്സാഹത്തിൽ ഭഗവാനെ ആക്രമിക്കുകയും ചെയ്ത് അങ്ങനെ തുടരെ ആക്രമണം കൊണ്ട് ഭഗവാനെ കഷ്ടത്തിലാക്കുന്ന കണ്ട് ഭഗവാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടാണ് യുദ്ധം ചെയ്യണമെന്ന് കണ്ടപ്പോൾ പണ്ട് വരാഹത്തിന് ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്യുമ്പോൾ ഇതേ അവസ്ഥയുണ്ടായി. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാന് ബഹുമാനം തോന്നിയത്ര ഹിരണ്യാക്ഷനോട് മിടുക്കാൻ എന്ന് തോന്നിയിരുന്നു. പക്ഷെ അവസാനം എല്ലാ ആയുധങ്ങളും മാറ്റി വെച്ചിട്ട് ചെകിട് നോക്കിയിട്ട് ഒന്ന് കൊടുത്തപ്പോഴാണ് ഹിരണ്യാക്ഷൻ മരിച്ചു വീണത്. എന്നാലും ഭഗവാൻ എപ്പോഴും തനിക്ക് എതിരിടുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിനായകന് നരാന്തകൻ്റെ ആ പരാക്രമത്തിനോട് ഒരു സന്തോഷം തോന്നി. ആ മിടുക്കൻ എന്ന് തോന്നി. പക്ഷേ കാശിരാജാവ് ഇതൊക്കെ കണ്ടിട്ട് നിലത്ത് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് എണീക്കാൻ പോലും വയ്യ. മനസ്സ് തകർന്നു. ഭഗവാൻ മരിച്ചു പോവോ എന്ന് ചിന്തിച്ചു. കാരണം ഭഗവാനോട് വാത്സല്യം വരുമ്പോൾ ഭഗവാനെ മനുഷ്യക്കുട്ടിയായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന് മരണം വരുമോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പകച്ചു. ആ സമയത്ത് നരാന്തകൻ അതിഭയങ്കരമായിട്ടുള്ള ആക്രമണം, പലവിധ ആയുധങ്ങളെ ഭഗവാന്റെ നേരെ അഴിച്ചുവിട്ടപ്പോൾ ഒരു നിമിഷം ദേവദേവനാണെങ്കിലും ഭഗവാനും ഒന്ന് പകച്ചുപോയി. ഇതിലേതിനെ എങ്ങനെ എപ്പോൾ നേരിടണമെന്ന് അറിയാത്ത വിധത്തിൽ അവൻ ആയുധങ്ങളെ ഭഗവാന്റെ നേരെ പ്രയോഗിച്ചു എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. സത്യം പറഞ്ഞാൽ ആലോചിക്കാനുള്ള നേരം പോലും ഇല്ല. അതിൻ്റെ ഇടയിലും ഭഗവാനൊന്ന് ആലോചിച്ചു എന്നാണ് പറഞ്ഞു. അസുരൻ്റെ ബലം അസാമാന്യം, അവനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് ഭഗവാന് മനസ്സിലായി. നരാന്തകൻ ഈ സമയത്ത് ദേവൻ്റെ അന്തകനായിട്ട് തിരിച്ചു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓടിപ്പോയിട്ടുള്ള അവൻ്റെ സൈന്യങ്ങളൊക്കെ തിരിച്ചു വന്ന് നിന്നിട്ട് ജയ ജയ വിളിക്കാൻ തുടങ്ങി അവന്. കാരണം നമ്മളിപ്പോൾ ക്രിക്കറ്റ് മാച്ച് ലാസ്റ്റ് ഇപ്പം ജയിക്കും വിചാരിക്കുമ്പോൾ പെട്ടെന്ന് കളി മാറും. കളിയുടെ സ്വഭാവം നമ്മുടെ എതിർ ടീം ജയിക്കാൻ പോകുന്നൊരവസ്ഥയുണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ആ ഗാലറിയൊക്കെ ഒന്ന് നിശബ്ദമാവും അല്ലേ. അതുമാതിരി ദേവന്മാരുടെ ഗാലറിയൊക്കെ നിശബ്ദമായി. അസുരന്മാരുടെ ഗാലറിയിൽ വീണ്ടും ജീവൻ വന്നു. ആ സമയത്ത് ഭഗവാൻ മഹാദേവനെ സ്മരിച്ചപ്പോൾ ഭഗവാന്റെ തോളത്ത് തൂക്കിയിട്ടുള്ള അവനാഴിയിൽ അതിഭീകരമായിട്ടുള്ള കാലദണ്ഡം പോലുള്ള യമൻ്റെ കയ്യിലുള്ള ഇരുമ്പൊലയ്ക്ക പോലുള്ള അമ്പുകൾ വന്ന് നിറയാൻ തുടങ്ങി. ആ സമയത്ത് കൈ നീട്ടിയപ്പോൾ സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വില്ല് ഭഗവാന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഭഗവാന് മനസ്സിലായി തൻ്റെ അച്ഛൻ അയച്ചു തന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ വില്ലെടുത്തിട്ട് ഞാൻ ചവിട്ടി പിടിച്ചിട്ട് അതിനെ വലിച്ചങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വലിച്ചാൽ ഞാനങ്ങോട്ടൊന്ന് മുഴക്കിയപ്പോൾ ഇടിമിന്നലിൻ്റെ ശബ്ദത്തോട് കൂടിയിട്ട് എന്താ പറയുക ആ വില്ല് ശബ്ദിച്ചു എന്നാണ് പറയണ ആ ഞാണൊലി. അത് കേട്ടപ്പോൾ തന്നെ അസുരന്മാർ വീണ്ടും ഭയന്നു. ഭഗവാൻ എന്താ ചെയ്ത് 2 അമ്പ് എടുത്തിട്ട് ഒരേ സമയം തോളിൻ്റെ 2 വശത്തായിട്ട് 2 തോളുകളിലായിട്ട് ഭഗവാൻ അസ്ത്രത്തെ ചെയ്തു. അത് രണ്ടും വജ്രായുധം എങ്ങനെയാണോ പർവ്വതത്തിൽ ചെന്ന് തട്ടുന്നത് അതുപോലെ അവൻ്റെ മേലെ ചെന്ന് കൊണ്ടു. ഭഗവാൻ പറഞ്ഞു, നിന്നെപ്പോലെ ശക്തനായിട്ടുള്ളൊരു പ്രതിയോഗിയെ
ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നിന്നെ അനുമോദിക്കുന്നു, നീ പരാക്രമി തന്നെയെന്ന് ഭഗവാൻ ലോകം മുഴുവൻ കേക്കെ നരാന്തകൻ്റെ പരാക്രമത്തിന് സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുത്തു. ശത്രു അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനില്ലല്ലോ. അപ്പം നരാന്തകൻ്റെ പരാക്രമത്തിനെ ഭഗവാൻ സ്വയം ശ്ലാഘിച്ചിട്ട് പറഞ്ഞു, ഇനി നീ എൻ്റെ പരാക്രമം കാണുക എന്ന് പറഞ്ഞിട്ട് വില്ലിൻ്റെ ഞാണ് കാതോളം വലിച്ചിട്ടാണത്രേ ആ അമ്പ അയച്ചത്. ആകാശത്തിൽ പ്രകാശത്തിൻ്റെ ചാട്ടുളികൾ പോണത് പോലെ അമ്പ് പോയിട്ട് നരാന്തകൻ്റെ 2 കൈകളെ നേരത്തെ മുറിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം 2 കാലുകളെയും അറുത്തിട്ടു. ആദ്യം 2 കൈകളെ മുറിച്ചിട്ടു, പിന്നെ 2 കാലുകളെ അറുത്തിട്ടു. കാലറ്റ് പോയിട്ടുള്ള ആ അസുരൻ കാല് ബലമില്ലാണ്ട് അങ്ങനെ ഭൂമിയിൽ കുത്തി കമന്നടിച്ചു വീണു. അറ്റുപോയിട്ടുള്ള കാലുകൾ മാർഗത്തിൽ തെറിച്ചുപോയി. അത് അവൻ്റെ വീട്ടിൽ ചെന്ന് വീണു. അവൻ്റെ കാലുകൾ ആ സമയത്ത് വീണ്ടും മായ കൊണ്ട് മുളയ്ക്കണതായിട്ട്, ഗൗളിയുടെ വാല് മുളയ്ക്കുന്നത് പോലെ വീണ്ടും മുളയ്ക്കണതായിട്ട് ഭഗവാൻ കണ്ടു. പുതിയ കാലുകൊണ്ട് അവൻ വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് മുന്നിൽ വന്ന് നിന്നിട്ട് തോളിൻ്റെ അവിടെ കുടഞ്ഞപ്പോൾ അവന് വീണ്ടും കൈകളും ഉണ്ടായി. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഇളിച്ച് കാണിച്ചിട്ട് പറഞ്ഞു അത്രേ, എടാ എൻ്റെ കാലുകൾ മുറിച്ചിട്ട് നീ പൗരുഷം കാട്ടി, ഇതാ ഞാനിത് തിരിച്ചു വളർത്തിയിട്ട് എൻ്റെ വിദ്യ കാണിച്ചിരിക്കുന്നു, ഇനി ഞാൻ നിൻ്റെ കൈയും കാലും വെട്ടും എന്ന് പറഞ്ഞിട്ട് അലറി. ആ സമയത്ത് ഭഗവാൻ അനവധി ശരങ്ങളെ തൻ്റെ 10 കൈകളും കൊണ്ട് ഇവൻ്റെ മേലെ വർഷിച്ചു. ആ മഹാബലവാനായിട്ടുള്ള അസുരൻ അതിനോരോന്നിനെയും പിടിച്ചെടുത്ത് ഒടിച്ചു കളയുകയും കടിച്ച് ചവച്ച് കളയുകയും ഒക്കെ ചെയ്തിട്ട് ഭഗവാനെ അത്ഭുതപ്പെടുത്തി എന്നാണ് പറഞ്ഞു. ആ സമയത്തൊരു മഹാസ്ത്രം എടുത്തിട്ട് മന്ത്രം ജപിച്ചു ഭഗവാൻ. അസുരൻ്റെ നേരെ തൊടുത്തു, ചെവി വരെ ഞാൻ വലിച്ചു. എന്നിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ അസുരൻ്റെ ശിരസിൻ്റെ നേരെ അയച്ചു. വായുവേഗത്തിൽ ആ അസ്ത്രം പാഞ്ഞുപോയി. വഴിയിലുള്ള ആ മാർഗത്തിലുള്ള സകല ജീവജാലങ്ങളും ദഹിപ്പിച്ചു പോയി. പക്ഷിസംഘാതങ്ങളും വൃക്ഷസഞ്ചയങ്ങളൊക്കെ കരിഞ്ഞുപോയി എന്നാണ് പറയണത് അതിൻ്റെ പ്രഭയിൽ. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോയി. അവൻ്റെ സേനാംഗങ്ങൾ ഈ അസ്ത്രം വരണ കണ്ടിട്ട് ചെതറി 4 പാട് ഓടി. ആ മഹാസ്ത്രം അസുരൻ്റെ കണ്ഠത്തിൽ ചെന്ന് പതിച്ച് അതിനെ അറുത്ത് എങ്ങനെയാണോ ഒരു പക്ഷി പറക്കണത് അതുപോലെ ഈ അസ്ത്രം അവൻ്റെ തലയെടുത്തിട്ട് ആകാശമാർഗത്തിൽ പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത നിമിഷം മറ്റൊരു തല അങ്ങോട്ട് മുളച്ചു വന്നു അവൻ്റെ കഴുത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് കണ്ട് ഭഗവാൻ അത്ഭുതപ്പെട്ടു. അവനെ നിരന്തരമായിട്ട് ബാണങ്ങൾ വർഷിച്ചിട്ട് അനവധി തവണ അവൻ്റെ ശിരസ് വെട്ടിക്കളഞ്ഞു. ഓരോ തവണ ശിരസ് മുറിക്കുമ്പോഴും പുതിയ ശിരസ് മുളച്ചു വന്നിട്ട് അവൻ ആർത്തട്ടഹിച്ചുകൊണ്ടിരുന്നു. ദേവന്മാരൊക്കെ ഈ അസുരൻ്റെ ശക്തി കണ്ടിട്ട് ഭയന്നു. ഇതുപോലൊരു അസുരനെ അവർ കണ്ടിട്ടില്ല. കാരണം മഹിഷാസുരന് പോലും ഇല്ലാത്ത ശക്തിയാണ് ഈ നരാന്തകൻ എന്ന് പറയുന്ന അസുരനുള്ളതെന്ന് മനസ്സിലായി. അവൻ്റെ വലുതായിട്ടുള്ള ആ മായ കണ്ടിട്ട് ഭഗവാൻ വിഷമിപ്പിച്ചു. ആ സമയത്ത് ഒരു വിദ്യ ഭഗവാൻ പ്രയോഗിച്ചു. ദിക്കുകളൊക്കെ മനസ്സിലാക്കാത്ത വിധത്തിൽ, സമയം മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ, കാലമേതാ ദേശമേതാന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ നരാന്തകൻ്റെ മനസ്സിനെ ഭഗവാൻ മായ കൊണ്ട് മോഹിപ്പിച്ചു കളഞ്ഞു. പകലാണോ രാത്രിയാണോ എന്നറിയാണ്ടായി അവന്. ഏതാ ദിക്കിലാണ് ഞാൻ നിൽക്കണമെന്ന് അറിയാത്ത വിധത്തിലായി. ഒരുതരം ചിത്തഭ്രമം പിടിച്ചിട്ടുള്ളൊരവസ്ഥ അവൻ്റെ മനസ്സിൽ ഭഗവാൻ ഉണ്ടാക്കി. ആ സമയത്ത് ആ രാക്ഷസൻ, ആ അസുരൻ, മഹാദേവൻ പണ്ട് കൊടുത്ത വരം ഓർത്തു. തൻ്റെ മരണത്തിന് സമയമായി എന്നവന് മനസ്സിലായി. ദേവൻ, അസുരൻ, ഗന്ധർവൻ തുടങ്ങിയവരൊന്നും തന്നെ കൊല്ലാൻ പാടില്ല എന്നായിരുന്നു അവൻ വരം മേടിച്ചിരുന്നത്. അതുകൊണ്ട് ആ വരത്തിനെ സത്യമാക്കി ചെയ്യാൻ, നമ്മൾ പറയില്ലേ, ഭൃത്യൻ്റെ ഭാഷിതം സത്യമാക്കിയിട്ട് ചെയ്യാൻ നിജഭൃത്യഭാഷിതം എന്ന് പറഞ്ഞിട്ടാണല്ലേ നരസിംഹത്തിൻ്റെ അവതാരം പറയുമ്പോൾ പറയില്ലേ, സത്യം വിധാതു അല്ലേ, നിജഭൃത്യഭാഷിതം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിജ പിതൃഭാഷിതം, സ്വന്തം അച്ഛൻ്റെ വാക്ക് സത്യമാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ ദേവൻ്റെ രൂപം ഉപേക്ഷിച്ചിട്ട് തൻ്റെ വിരാട് സ്വരൂപത്തെ കൈകൊണ്ടു. കാരണം വിരാട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദേവൻ പോലുമല്ല. ആ വിരാട് സ്വരൂപത്തെ കൈകൊണ്ടു. ദിഗന്ധങ്ങൾ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ദേഹം, 33 കോടി ദേവന്മാരും ഇരിക്കുന്ന ശരീരം, പാതാളത്തിലേക്ക് നീളുന്ന പാദങ്ങൾ, ഉദരത്തിലേക്ക് നിൽക്കുന്ന 14 ലോകങ്ങൾ, ഇങ്ങനെയുള്ള പ്രപഞ്ചവ്യാപിയായിട്ടുള്ള രൂപം. ഭഗവാന്റെ മഹാദേവൻ്റെ ശ്രീരുദ്രത്തിലും അതേപോലെ തന്നെ വിഷ്ണു സഹസ്രനാമത്തിനും പ്രപഞ്ചത്തിനെ മുഴുവൻ ഭഗവാന്റെ ശരീരമായിട്ട് സങ്കല്പിക്കുന്ന 2 ധ്യാനങ്ങളുണ്ട്. അത് ഭൂപാദൗ യസ്യനാവിൽ വ്യതസുരനിലൗ ചന്ദ്രസൂര്യൗച നേത്രേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന നാരായണൻ്റെ ഒരു ധ്യാനം. ഭൂമിയാണ് പാദം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ധ്യാനം.
അതേപോലെ തന്നെ ആപാതാളനപസ്ഥലാന്തഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത്. കാവ്യത്തിൽ കവിതാഭംഗി കൊണ്ട് കൂടുതൽ രസം ഈ രുദ്രൻ്റെ ധ്യാനമാണ്. ശ്രീരുദ്രത്തിൽ വരണതാ. ആപാതാളനപസ്ഥലാന്തഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത് ജ്യോതിസ്ഫാടികലിംഗമൗലി വിലസത് എന്ന് പറഞ്ഞിട്ട് പോകുന്ന മനോഹരമായിട്ടുള്ളൊരു ധ്യാനം. അതിൽ വളരെ സിമ്പിളായിട്ട് പറയുന്ന അതേ അർത്ഥം തന്നെ മറ്റൊരു ധ്യാനത്തിലുണ്ട്. പീഠം യസ്യ ധരിത്രീ ജലധരകലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവഹ്ന്യർക്കനേത്രം കുക്ഷിം സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഡംഗം ദശദിശി വസനം ദിവ്യലിംഗം നമാമി. ആപാതാളന അവസ്ഥയിലാന്ന് ഞാൻ മുഴുവൻ ചെല്ലാത്ത എന്താ വെച്ചാൽ സന്ധിക്ക് ചെല്ലാൻ പാടില്ല. പകുതി ചെല്ലി നിർത്തിയതാണ്, മുഴുവൻ ചെല്ലില്ല. അത് രുദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ധ്യാനമാണ്. രുദ്രം സന്ധിക്ക് ചെല്ലില്ല നമ്മുടെ സമ്പ്രദായത്തിൽ. പീഠം യസ്യ ധരിത്രി, ശിവലിംഗത്തിൻ്റെ പീഠം ഈ ഭൂമിയാണ്. ജലധര കലശം, മേഘങ്ങളാണ് ധാരാപാത്രം. ശിവലിംഗത്തിന് മുകളിൽ കണ്ടിട്ടില്ലേ പാത്രം, ധാരാപാത്രം. ജലധര കലശം, ലിംഗം ആകാശമൂർത്തി, ഈ ഭൂമിയുടെ മുകളിലേക്കുള്ള ആകാശം, ഈ പ്രദേശമാണ് ശിവലിംഗം. നക്ഷത്രം പുഷ്പമാല്യം, അതിലിട്ടിട്ടുള്ള മാലകൾ നക്ഷത്രങ്ങളാണ്. ഗ്രഹഗണ കുസുമം, അതിൽ ചൊരിഞ്ഞിട്ടുള്ള പുഷ്പങ്ങൾ നവഗ്രഹങ്ങളാണ്. ചന്ദ്രവഹ്ന്യർക്കനേത്രം, സൂര്യനും ചന്ദ്രനും അഗ്നിയാണ് 3 കണ്ണുകൾ. കുക്ഷിം സപ്തസമുദ്രം, വയറ് 7 സമുദ്രങ്ങളാണ്. ഭുജഗിരി ശിഖരം, ഭഗവാന്റെ കൈകളും തോളൊക്കെ പർവ്വതങ്ങളാണ്. സപ്തപാതാളപാദം, സപ്തലോകങ്ങൾ താഴോട്ടുള്ള അതല വിതല സുതല പാതാളാദികളൊക്കെ ഭഗവാന്റെ പാദങ്ങൾ, കാലുകൾ. വേദം വക്ത്രം, ഭഗവാന്റെ മുഖം വേദമാണ്. ഷഡംഗം ദശദിശി വസനം ദിവ്യലിംഗം നമാമി എന്ന് പറഞ്ഞ 10 ദിക്കുകളും ഭഗവാന്റെ വസ്ത്രമാണ്. 6 ചക്രങ്ങൾ, പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെ അതിൽ സങ്കല്പിച്ചിരിക്കണം. അങ്ങനെയുള്ള ദിവ്യലിംഗത്തിനെ നമസ്കരിക്കണം. ഇത് തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ഓം വിശ്വം എന്നും പറയണത്. ആ രൂപമാണ് ഇവിടെ ഭഗവാൻ എടുക്കുന്നത്. ദിഗന്ധവ്യാപിയായിട്ടുള്ള ദേഹം 14 ലോകങ്ങളെയും തൻ്റെ ശരീരത്തിൽ ഒതുക്കി സകല യക്ഷരാക്ഷസ കിന്നര ഉരക ദേവ അസുര സകലരും ആ ഭഗവാന്റെ ശരീരത്തിൽ അങ്ങനെയുള്ള വിരാട് രൂപം പ്രദർശിപ്പിച്ചിട്ട് ഒരു കൊതുകിനെ കൊല്ലുന്നത് പോലെ ഭഗവാൻ അവനെ സംഹരിച്ചു കളഞ്ഞു, ഭസ്മമാക്കി കളഞ്ഞു. ആ സംഹാരം കണ്ടിട്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഉടനെ തന്നെ വീണ്ടും ഭഗവാൻ തൻ്റെ ശരീരത്തെ ചുരുക്കി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഭാവമെടുത്തിട്ട് ഒന്നും അറിയാത്തവനെ പോലെ കാശിരാജാവിൻ്റെ കൂടെ ആ കൊട്ടാരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ പ്രഭാഷണത്തെ അവസാനിപ്പിക്കുന്നു. നാരായണ സർവത്ര ഗണേശനാമസങ്കീർത്തനം. ശ്രീ ഗണേശായ നമഃ. ഓം ഗം ഗണപതേ നമഃ.